അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇപ്പോൾ പൊതുവെ ഡോക്ടേഴ്സ് ഡേ ഒക്കെ ആചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മെഡിക്കൽ സയൻസിലുള്ള കണ്ടുപിടുത്തങ്ങൾ, അതിൻ്റെ ഒരു ഹിസ്റ്ററി, അല്ലെങ്കിൽ അതിൽ സുപ്രധാനമായിട്ട് നടന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുക. പക്ഷേ ഇതിനൊക്കെ ഇടയിൽ നമുക്കൊരു മുസ്ലിം ലേബല് കാണാൻ സാധിക്കില്ല. അത് ഇല്ലാഞ്ഞിട്ടല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം, അല്ലേ? ഇപ്പോ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ സയൻസിലും വലിയൊരു സ്കാം ലോകത്താകാൻ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഈ ഒരു രംഗത്ത് നോട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് സംഭാവന നൽകിയ, അല്ലെങ്കിൽ സുപ്രധാനമായ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരുപാട് ട്രഡീഷണൽ ഇസ്ലാമിക് സ്കോളേഴ്സ് റീപ്ലേസ് ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ ഫാദർ ഓഫ് മെഡിസിൻ നമ്മൾ എവിടെ നോക്കുകയാണെങ്കിലും ഹിപ്പോക്രാറ്റ്സ്, ആ പേരെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. മെഡിക്കൽ സയൻസിലെ മാഗ്നം ഓപ്പസ് എന്നറിയപ്പെടുന്നത് അൽ ഖാനൂൻ ഫി തിബ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. അതിന്റെ രചയിതാവായിട്ടുള്ള ഇബ്നു സീനയുടെ പേര് നമുക്ക് ഇവിടെ എവിടെയും കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഇപ്പം ഇബ്നു ഹൈസം, ഫാദർ ഓഫ് ഒപ്റ്റിക്സ് നമ്മളൊക്കെ അറിയപ്പെട്ട ഒരാളാണ് ഇബ്നു ഹൈസം. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് ഇപ്പം എവിടെയും കാണുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് തന്നെ എടുത്ത് ഒഴിവാക്കപ്പെട്ടു. അതുപോലെ തന്നെ ഇബ്നു റുഷ്ദി, പൾമിനറി ബ്ലഡ് സർക്കുലേഷന്റെ, അതുപോലെ തന്നെയാണ് ഇബ്നു നാഫി എന്നവരൊക്കെ. പക്ഷെ അവരുടെ പേരൊന്നും ഇപ്പോഴത്തെ കാലത്ത് വിദ്യാർത്ഥികൾ പഠിക്കുകയോ അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള പഠനം പോലും ഇപ്പോഴത്തെ കാലത്തില്ല. അവരൊക്കെ ആ ഒരു മേഖലയിൽ നിന്ന്, മെഡിക്കൽ ഫീൽഡിൽ നിന്ന് എടുത്ത് ഒഴിവാക്കപ്പെട്ട് കളഞ്ഞു. അപ്പോൾ ഇവരൊക്കെ ഈ ഫീൽഡിൽ നിന്ന് അൺനോൺ ആയിട്ട് മാറുന്ന ഒരവസ്ഥ, ഔട്ടായി പോകുന്ന ഒരവസ്ഥ. അത് ശരിയാണ്. അപ്പോൾ മെഡിക്കൽ സയൻസ് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഇസ്ലാമിക് സ്കോളേഴ്സ് മാറ്റി നിർത്തപ്പെടുന്നതിന് പിന്നിൽ ഒരു മോട്ടീവ് തന്നെ ഉണ്ട്, എന്തോ ഒരു ലക്ഷ്യമുണ്ട്. തീർച്ചയായും. എന്താ നിങ്ങളുടെ അഭിപ്രായം?